ഇങ്ങനെ പറയാറുണ്ടോ? അമ്മ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അച്ഛാ ആളുകളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മയുമായിട്ട് അത്ര വലിയ അടുപ്പമല്ല. ഉം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമാണ്, ഉം. ഇഷ്ടമല്ല എന്നൊരിടത്തും ഞാൻ പറയില്ല. ഉം. എനിക്കൊരു ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ഉം. മനുഷ്യനല്ലേ അത്. സ്വാഭാവികം. അച്ചാച്ചനോട് ഞാൻ പറയും, അച്ചാച്ച തേനെല്ലാം അവിടെ ട്രോളുന്നുണ്ടേ. പറയും. പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛനൊരു കുഞ്ഞൊരു ഫോണായിരുന്നു. ഉം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോൺ അച്ഛന് മേടിച്ചുകൊണ്ട് കൊടുത്തു. അപ്പൊ ഞങ്ങളെ വീഡിയോ കോളൊക്കെ വിളിക്കും. ഫുൾ ഉം. ടൈം ഞങ്ങള് ചേച്ചി ഞാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അച്ഛനും അമ്മയും ഒരുമിച്ചാണോ? കൂടെയാണോ എല്ലാരും ഉണ്ട്. താമസിക്കുന്നത്? അല്ലല്ല എന്റെ വീട്ടിലല്ല, ഒരു ഉം. പത്തനാപുരം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീഡിയോ കോൾ വിളിക്കുമ്പോഴത്തേക്ക് ചേച്ചിയോട് ഞാൻ പറയും, എടി ദേ ഇന്ന് എന്നെ അവിടെ ട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. 5000 മുതൽ 60,000 രൂപ വരെ. കാരണം ഉം. ഞാൻ എന്തുണ്ടെങ്കിലും പറയും, ഉം. ഒന്നും മറച്ചു വെക്കില്ല. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉം. ഉപയോഗിക്കുന്നവരാണ്. അച്ഛൻ അങ്ങനെ ഇതില്ല, അമ്മയ്ക്കും ഇല്ല. അമ്മയ്ക്കും ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഉം. റീൽസ് കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. സ്വാഭാവികം ഞാൻ 2 അക്കൗണ്ടിലും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. ഇനി മൂന്നാമത് അക്കൗണ്ട് എടുത്തോന്ന് എനിക്കറിയില്ല. അമ്മ കാണാതിരിക്കാനാ? ആ. കാണുമായിരിക്കും. അമ്മയുടെ അക്കൗണ്ട് സെർച്ച് ചെയ്തിട്ട് കിട്ടുമ്പോൾ അത് ബ്ലോക്ക് ചെയ്തു. അച്ഛനില്ല. ഉം. ആ, അതെന്താ അതുകൊണ്ട് അമ്മേന്റെ അടുത്ത് എന്താ അങ്ങനത്തെ ഒരു ഇത്? എന്തിനാണ് കാണണത്? ഉം. കണ്ടിട്ട് കുറ്റങ്ങൾ പറയാനാണെങ്കിൽ പിന്നെ ഉം. കാണണത് എന്നതിനാണ്. ഉം. പ്രശ്നം ഒന്നുമില്ല, കാണാതിരിക്കാൻ സിസ്റ്റർ വേണ്ടിട്ട്. ഒക്കെ അപ്പൊ നല്ലത് പറയും, സപ്പോർട്ടാണോ? പുള്ളിക്കാരത്തിക്കൊക്കെ അറിയാം ഞാൻ ഉം. ഇത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നു, ഉം. യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉം. നമ്മൾ വീട്ടില് വർക്ക് കഴിയുന്നു, വീട്ടിൽ വരുന്നു, ഉം. ഒരിടത്തും സ്റ്റേയോ വേറെ പ്രശ്നങ്ങളോ ഇല്ല. ഉം. ആരുമായിട്ടും വഴക്കിനോ വക്കാണത്തിനോ അങ്ങനെയൊന്നും പോകുന്ന ഉം. ഒരാളല്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, എല്ലാം ചെയ്യുന്നു. ഇന്നാടി ഒരു റെഫറൻസ്, ഒരു ബിക്കിനി ഇട്ട് കഴിഞ്ഞാലും ഞാൻ പറയും, ഇതാണ് റെഫറൻസ് എന്ന് പറയും. അപ്പൊ അവര് സജഷൻസ് ഒക്കെ ആ, പറഞ്ഞു തരുമോ? കളിയാക്കും. എടി അത് വേണ്ട, ഇത് കുറച്ചുകൂടെ നല്ലതാ, ട്രൈ ചെയ്. അങ്ങനെയൊന്നുമില്ല. ആ. ജസ്റ്റ് ഞാൻ പറയത്തേ ഉള്ളൂ, ഇന്നത് ബിക്കിനി ഷൂട്ടാണെന്ന് ഉം. പറയും. അത് ഓക്കെ ഓക്കെ എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇത് ചേച്ചി ഭയങ്കര ഒരു പ്രൊഫഷൻ ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ചേച്ചി അച്ഛനൊക്കെ ഉള്ളത് നല്ലതാന്ന് തോന്നിയിട്ടില്ലേ? സപ്പോർട്ട് ഞാൻ ചിലപ്പോ പറഞ്ഞല്ലോ, ആരും സപ്പോർട്ട് ചെയ്യില്ല. ഉം. ഇപ്പൊ ബിക്കിനി ഇടുന്നതിനോടൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഉം. ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിനാണ്, ഞാൻ പറഞ്ഞല്ലോ, ഉം. നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണു. നമുക്ക് കിട്ടുന്നതിന്റെ ഒരു വരുമാനം അവർക്ക് കൊടുക്കുന്നു. ഉം. ഈ ബിക്കിനി ഇടുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മോശക്കാരി ഒരിക്കലും അല്ല. ഉം. നമ്മൾ ബിക്കിനി ഇട്ടു എന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീകളും മോശക്കാരായി ഉം. മാറണില്ല. നമ്മള് വേണമെങ്കിൽ അതിലേക്ക് ചാടിയാൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഉം. ഇതിലേക്ക് പോകുന്നുള്ളൂ. ഉം. ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ എന്റെ ഒരു ഇത് കണ്ടിട്ട് ഞാൻ മോശക്കാരിയാണ്, അല്ലെങ്കിൽ ഉം. ലാസ്റ്റ് ലതെന്നും പറഞ്ഞിട്ട് തെറി വിളിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഉം. അതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വർക്ക് ഇടി, ഞാൻ ബിക്കിനി ഷൂട്ടാണ്, ഇന്ന് ഇതിന് പോവാണ്, ഇന്നടത്താണെന്ന് ഉം. പറഞ്ഞ് അത് അവിടെ തീർന്നു, ഓക്കെ പോയിട്ട് വരാൻ പറയും. പക്ഷെ അല്ലാതെ ചേച്ചിക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീഡം പോലും ഇതുപോലെ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന വേറെ അത് ആളുകൾക്ക് ഒളിച്ചും മറിഞ്ഞുമായിരിക്കും ആ കിട്ടണമെന്നില്ല. അല്ല, ഉം. ഒളിച്ചും മറയുമില്ല എന്റെ കാര്യത്തിൽ എന്ന് ഉം. പറയുന്നത്. ഞാൻ ഒളിച്ചു വെച്ച് മറച്ചു വെച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടോ പോയിട്ട് ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞിട്ട് ഉം. നാളെ മറ്റൊരിടത്തിട്ട് വിറ്റിട്ട് മറ്റൊരാൾ അത് കോപ്പി എടുത്തുകൊണ്ട് വന്ന് വേറൊരിടത്തിട്ടിട്ട് എന്തിനാണ് ആ ജീവിതം അങ്ങനെ കളയുന്നത്? ഉം. നമ്മൾ ടെൻഷൻ അടിച്ച ജീവിതം എന്തിനാണ് ഉം. കളയണത്? നമ്മൾ ഹാപ്പി ആയിട്ട് ഡെയിലി, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തൊക്കെയാ ചോദിച്ചില്ലേ, എനിക്ക് ടെൻഷൻ ഉണ്ട്. ഉം. പക്ഷെ ഞാൻ എപ്പോഴും സന്തോഷമായിട്ടാണ് മുൻപോട്ട് പോണത്, ഉം. ഹാപ്പി ആയിട്ട്. കാരണം എനിക്ക് ടെൻഷൻ അടിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഇപ്പൊ ഒരു അക്കൗണ്ട് പോയാൽ അടുത്തത് ക്രിയേറ്റ് ചെയ്യാം. ഉം. നമുക്ക് നമ്മുടെ ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഉം. അല്ലാതെ കരഞ്ഞു കുത്തി രാവിലെ എണ്ണിക്കുമ്പോൾ എനിക്ക് ഒന്നുമില്ല, കഞ്ഞി വെക്കാൻ അരിയില്ല, ഉം. എനിക്ക് ആര് ചോദിച്ചാലും ഉണ്ട് ഉണ്ട് എന്ന് ഞാൻ പറയും. ഉം. കാരണം എന്താ പറയുക, നമ്മുടെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ അതുണ്ട് ഇതുണ്ട് എന്ന് ഞാൻ പറയും. ഉം. പട്ടിണിയാണെന്ന് പറയില്ല. ഈ ആദ്യമൊക്കെ ഈ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോ വീട്ടുകാരുടെ അടുത്ത് എല്ലാം തുറന്നു പറയുന്നു പറഞ്ഞില്ലേ? പക്ഷെ പേടി ഉണ്ടായിരുന്നു, ഇത് ഞാൻ പറയാതെ ഇവര് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടോ? അവരെന്ത് പറയുമായിരുന്നു? ആദ്യം എന്ന് പറയുമ്പം ഇത്ര വർഷങ്ങൾക്ക് മുൻപ് ഉം. കരഞ്ഞിട്ടുണ്ട്. ഈ ഇന്റർവ്യൂസിന് എന്നെ റെഫർ ചെയ്ത ആളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഉം. എടാ ദാ ഇന്നത് പിക്ചേഴ്സ് ഇന്നതുപോലെ, അത് വേണ്ടടാ, ഡിലീറ്റ് വേണ്ട ഉം. എന്നും പറഞ്ഞ് ഞാൻ ഒരു സമയം, എനിക്ക് ടെൻഷനുള്ള ഒരു സമയം ഉം. ഉണ്ടായിരുന്നു. കാരണം അതായത് ഇഷ്ടപ്പെട്ടെടുത്ത് പിന്നെ പേടിച്ചിട്ട് അങ്ങനെയല്ല, വേണ്ടാന്ന് നമ്മൾ വിചാരിച്ചാണോ? എടുക്കുന്ന 4 വഴി കൂടെയും ക്യാമറകളല്ലേ, അവിടെ ഇവിടെ എല്ലാം ഉം. ഇരിക്കുവല്ലേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരിടത്തൊരു കോപ്രായം നമ്മൾ കാണിക്കുന്ന ഒരു കണ്ടന്റ് ഉം. വന്നു കഴിഞ്ഞാൽ അത് അടുത്തടുത്ത് വരും. ഉം. അപ്പൊ അത് വേണ്ട എന്നും പറഞ്ഞിട്ട് ഞാൻ എന്നോ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ഉം. ചില സമയം നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു. ഉം. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വയം ഏറ്റെടുത്തൊരു കാര്യമായതുകൊണ്ട് ഉം. മറ്റൊരാളോട് ഷെയർ ചെയ്യില്ല. ഉം. നമ്മുടെ ജോലി ഞാനായിട്ട് എടുത്തൊരിതാണ്. അപ്പൊ മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ നീ ചെയ്തതല്ലേ, നീ പോയി തലവെച്ച് കൊടുത്തതല്ലേ ഉം. എന്ന് പറയും. അപ്പൊ അതിലും ഭേദം അതിനെ ഇനി എങ്ങനെ തരണം ചെയ്യാം ഉം. എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കണേന്ന് പറയണേ. ഉം. അങ്ങനെ മുൻപോട്ട് പോകണം. ഈ എപ്പോഴെങ്കിലും ഇതുപോലെ ആളുകള് നീയായിട്ട് തലയെടുത്ത് വെച്ചതല്ലേ അനുഭവിക്കുക ആ രീതിയിലൊക്കെ ചിലപ്പോ പറയായിരിക്കും, ആ സമയത്ത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. വന്നിട്ടുണ്ടോ? അത് ആദ്യ സമയം ഞാൻ ഉം. പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് പറയുമ്പം
നമുക്ക് ഫോട്ടോഷൂട്ട് ഇന്ന കാര്യങ്ങൾ മറ്റടുത്ത് പിക്ചറുകൾ വരുമ്പോൾ എന്നുള്ളൊരു ടെൻഷൻ ഓരോരുത്തരത്ത് തലയും പാലും ഒക്കെ ക്രോപ്പ് ചെയ്തിട്ട് വരും. കാരണം ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇടാത്തൊരു ബിക്കിനി അത് അങ്ങനെ കണ്ട് എന്തോ ചെയ്തു വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒരു പൊടി സാധനം ഇട്ടിട്ടില്ല. പൊടി ഒരു ബിക്കിനി അത് നമ്മുടെയൊക്കെ നൈറ്റ് ഡ്രസ്സിന്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ്. ഞാൻ അത് ചെയ്തിട്ടുമില്ല, എനിക്കറിയേയില്ല. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് ഏതൊക്കെയോ യൂട്യൂബിലും എവിടേക്കോ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഗൗരി ഇത് നീയാണോ? അതൊരെണ്ണം ഇത്രയും വലിയ ബെസ്റ്റ് ഒക്കെ വെച്ചിട്ട് കൊണ്ടുവന്ന് കണ്ടന്റ് അത് ആക്കി വെച്ചേക്കാണ്, ഒരു പൂളിന്റെ ഭാഗം. പക്ഷെ ഇന്നേഴ്സ് ആണ്, പക്ഷെ അത് പൊടി ബിക്കിനിയാണ്, മറ്റേ സ്വിമ്മിംഗ് പൂൾ അങ്ങനെ ആ ഒരു ഇതിലിടുന്ന നൈറ്റ് ആയിട്ടുള്ള സാധനം. അതിട്ടുണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ ഇത് ഞാനല്ല, നിങ്ങളത് സൂം ചെയ്ത് നോക്ക്. ഇപ്പൊ എന്റെ ഒരു ബോഡി, എന്റെ ശരീരം എന്ന് പറയുന്നത് ഇന്നതാണ്. അതിൻ്റെ അകത്ത് ഓരോ അവയവങ്ങൾ എയുടെ ഉപയോഗത്താല് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത്, അന്നേരം ഈ പിക്ചേഴ്സുകൾ കാണുമ്പോൾ ചില സമയത്ത് ഇതിൻ്റെ അകത്ത് ഇറങ്ങണ്ടായിരുന്നു, ഇത് മറ്റുള്ളവർ കാണുമ്പം പ്രശ്നമാണ്. പക്ഷെ അത് ഒരു ശീലമായി. ശീലം എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി ബിക്കിനി ചെയ്യണോ, അല്ലെങ്കിൽ അവളുടെ ക്ലീവേജ് കാണിക്കണോ, അവളുടെ പുക്കിള് കാണിക്കണോ, മറ്റേ മറിച്ച് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഞാൻ ചെയ്യുന്നത് ഒരുപാട് പേര് ചെയ്യണു. ഞാൻ മാത്രമല്ല ചെയ്യണേ, ഒരുപാട് പേര് മോശമായിട്ട്, മോശം മീൻസ് വേറെ രീതികളിൽ ചെയ്യുന്നു. അപ്പൊ അതൊന്നും ഞാൻ ചെയ്യണില്ല. അപ്പൊ എന്റേതായ ഒരു ശൈലിയിൽ ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ കരഞ്ഞു കുത്തി വിളിച്ചു കൂവിയിരുന്നൊരു സമയമുണ്ട്. ഇപ്പൊ അതിനോടൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഹാപ്പി ആയിട്ട് പോവുകയാണ്. കണ്ടന്റുകൾ ഇടുക ഡെയിലി. ഇന്നലത്തെ ഇപ്പൊ മില്യൺ ആയിട്ടുണ്ട്. നല്ല വൈറലാണ്. ഇടുന്ന എല്ലാ കണ്ടന്റും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ, കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ടാലല്ലേ ആൾക്കാർക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രത്യേകമായിട്ട് ചിന്തിക്കാറുണ്ടോ ആളുകൾ കണ്ട് ആസ്വദിക്കണം? ഞാൻ ചോദിക്കുന്നത്, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മണ്ണിനടിയിലോട്ട് പോകുമ്പോൾ പുഴുവായിരിക്കും. ആസ്വദിച്ച ആൾക്കാർ ആസ്വദിക്കട്ടെ, കാണണ്ടവര് കാണട്ടെ, വേണ്ടാത്തവര് അത് മാറ്റിക്കിട്ട് പോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോ മനുഷ്യരും ജീവിക്കുന്നത് അവനവന്റെ ഇഷ്ടത്തിനാണ്, അവനവന്റെ സന്തോഷം. ഞാൻ നോക്കുമ്പോ എനിക്കിതൊരു റീൽസ് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ഇടുമ്പത്തേക്ക് ഇന്ന ഒരു രീതിയല്ല. ആൾക്കാർ കാണും, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരെനിക്ക് ഫോളോവർ വരണം, അങ്ങനെയല്ല. ഇപ്പം നമ്മൾ മാറ്റിയാണ് ചിന്തിക്കുന്നത്. ഡെയിലി പുതിയ കണ്ടന്റുകൾ എന്ത് കൊണ്ടുവരാം. അതുകൊണ്ട് നേരെ പൊട്ടേ എന്നും പറഞ്ഞിട്ട് മില്യൺ അടിക്കട്ടെ. നമ്മൾ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ ഇത് മില്യൺ ആവണേ. സോങ് നോക്കും, ഇത് വൈറൽ ആവുമോ, പിറ്റേ ദിവസം നമ്മൾ നോക്കി ഇരിക്കും, മില്യൺ ആവും. ഈ സോങ് സെലക്ഷൻ അപ്പൊ അതിനെ പറ്റി അനുയോജ്യമായിട്ടുള്ളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക? അതിൻ്റെ അകത്ത് ഇടുന്നതിൽ എനിക്ക് ഡപ്പങ്കൂത്ത് വരുവാണെങ്കിൽ ഓക്കെ, ഇത് ഞാൻ ഇട്ടേക്കുന്ന കോമാളിത്തരമാണ്, അതിനൊക്കെയാണ് ഈ സോങ് എന്നും പറഞ്ഞ് അങ്ങനെ ഇടും. ഏറ്റവും വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ് ഏതാ? ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ, ഒരു 45 മില്യൺ ലൈക്കും 48-50 അങ്ങനെ എങ്ങാണ്ട് മില്യൺ ഒരു ബിക്കിനി ഉണ്ട്. കാരണം പഴയ കാല ഒരു വൈറ്റ് സാരിയിൽ ബ്ലാക്ക് പൊട്ട് വരുന്നത്, അതേപോലത്തെ ഒരു ബിക്കിനി ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല വൈറൽ, അത് ഏറി കയറ്റിയ ആൾക്കാരുണ്ട്.